അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ആരെയും മുൻവിധിയോടെ കാണല്ലേ. നമ്മളുടെ കണ്ണുകൊണ്ട് അപ്പോൾ കാണുന്ന അവരുടെ ഒരു അവസ്ഥ ആയിരിക്കുകയില്ല അവരുടെ യഥാർത്ഥ ഒരവസ്ഥ. ഇത് പറയാനുള്ളൊരു കാരണം വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഭക്ഷണ സാധനങ്ങൾ വീടുകളിൽ കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു വീട്ടിൽ ചെന്നു. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അമ്മച്ചിയാണ്. അപ്പം അമ്മച്ചിക്ക് അത് കൊടുത്ത് ഇറങ്ങാൻ നേരത്ത് അമ്മച്ചി എൻ്റെ ചെവി എന്ന് പറഞ്ഞു, അച്ഛാ ശീലമോക്കൂടെ ഒന്ന് കൊടുക്കാൻ പറ്റുമോ എല്ലാ മാസവും? അപ്പം ഞാൻ ചോദിച്ചു, ശീലമോക്ക് എന്നാ പറ്റി? അപ്പോഴാണ് അമ്മച്ചി പറയുന്നത്, ശീലമോള് UK പോകാനായിട്ട് കേരള വിസയ്ക്ക് വേണ്ടി 10 ലക്ഷം രൂപ കൊടുത്തു. ആ രൂപ പലരുടെയിൽ നിന്ന് കടം മേടിച്ചാണ് കൊടുത്തത്. ഇപ്പോൾ പൈസ മേടിച്ചോ മുങ്ങിയിരിക്കുക. അപ്പോൾ കടക്കാർ കാരണം അവൾക്ക് അവിടെ കിടക്കാൻ മേല. പിന്നെ അവളുടെ ഭർത്താവിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി കിടപ്പാണെന്നറിയാമല്ലോ. മക്കൾ 3 പേരാണ്. അപ്പോൾ നിർവാഹമില്ലാത്തതുകൊണ്ട് അച്ഛൻ അവൾക്കൂടെ ഒരു കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇറങ്ങിയപ്പം അമ്മച്ചിയുടെ ആട്ടിൻകുട്ടിയുടെ ആട്ടിൻകുട്ടി എൻ്റെ അടുത്ത് വന്നു. ഞാനിങ്ങനെ ആടിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി പറഞ്ഞു, അച്ഛാ ഇവരെയും വിൽക്കേണ്ട ഒരവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം പള്ളിയിൽ നിന്ന് പിരിവിന് വന്നു, പള്ളി പൊളിച്ചു പണിയുന്നു. പിന്നെ ശീലമോടെ ഇളയ കൊച്ചിൻ്റെ മാമോദീസയാണ്, കുടിശ്ശിക തീർക്കണമെന്ന് പള്ളിക്കാരത്തി നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുക. അപ്പം തള്ളയാടിനെയും കുട്ടികളെയും വിൽക്കാതെ രക്ഷയില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയൊരവസ്ഥ എന്നതെന്ന് വെച്ചാൽ, ഇത് കേട്ടിട്ട് തന്നെയല്ല, ഞാൻ അങ്ങനെ എത്ര പേരുടെ ആടിനെ വിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ പശുവിനെ വിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാനിങ്ങനെ പ്രത്യേകമായിട്ട് ഓർത്തുപോയ ഒരു സാഹചര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മൾ ആരെയും മുൻവിധിയോടെ കാണരുത്. പ്രത്യേകിച്ച് നമ്മൾ ഈ പിരിവിന് പോകുമ്പോൾ എനിക്കൊരു ബോധ്യം ഉണ്ടായ നിമിഷങ്ങളാണ് ആ നിമിഷങ്ങൾ. ഞാനിങ്ങനെ പള്ളി നടത്തുന്ന കാലത്ത് പിരിവിന് പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്താൽ പോകുന്നത്, അടുത്ത വീട്ടിൽ ഗൾഫിലുള്ള എത്ര പേരുണ്ട്. ഈ ഗൾഫിൽ എത്ര പേരുണ്ടായാലും ആ ഗൾഫുകാരൻ ചിലപ്പോൾ അങ്ങോട്ട് പോയേ ഉള്ളായിരിക്കും. അവൻ്റെ അവസ്ഥ എന്തായിരിക്കും, അവൻ്റെ സാമ്പത്തികാവസ്ഥ എന്തായിരിക്കും, ഇതൊന്നും അറിയാതാണ് നമ്മളൊരു വീട്ടിൽ ചെന്ന് പിരിവ് കാര്യം പറയുന്നത് പോലും എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും ലജ്ജയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു ബോധ്യം എനിക്ക് തന്നത്, നമ്മൾ ആ ഇടവകയിലെ വീടുകളെ അറിയണം, വീട്ടിലുള്ളവരെ അറിയണം, അവരുടെ മാനസികാവസ്ഥ അറിയണം, അവരുടെ സാമ്പത്തികാവസ്ഥ അറിയണം, അവരുടെ പ്രതിസന്ധികളിൽ അവരെ ചേർത്ത് പിടിക്കുക. അങ്ങനെ ചേർത്ത് പിടിച്ചാൽ തീർച്ചയായിട്ടും അടുത്ത തലമുറ പള്ളി വരാനായിട്ട് കാരണമാകും. അല്ലെ പള്ളിയിൽ നിന്നും അമ്പലങ്ങളിൽ നിന്നും ഒക്കെ ഇവരകന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഒരു ബോധ്യം എനിക്ക് തന്നത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ.